നമസ്കാരം, സൈക്കോപാത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലേക്ക് അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ്സും പുട്സും എന്താണെന്നാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഈ വീഡിയോകളുടെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും മുകളിലുള്ള ഐക്കാർട്ടിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ കോഡ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളോട് പറഞ്ഞാണ്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പം ഞാൻ ജയശങ്കർ JP എൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്യുവാണ്. JAYASANKAR സ്പേസ് J സ്പേസ് P. ഓക്കെ, ഞാൻ ഇത് സ്കാനഫ് വഴി നെയിം എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് റീഡ് ചെയ്യുന്നു. പ്രിൻ്റ്എഫ് വഴി പ്രിന്റ് ചെയ്യാൻ നേരത്തെ JP എന്ന് പറഞ്ഞ 2 വേർഡ്സ് എനിക്ക് മിസ്സായിട്ടുണ്ട്. അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാനഫ് ഈ സ്പേസ് എന്ന് പറയുന്ന സംഗതി ഇപ്പം നമ്മൾ മെട്രിക്സിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ സ്പേസ് ഇട്ടിട്ട് ഓരോ എലമെന്റ്സ് റീഡ് ചെയ്തായിരുന്നു. അപ്പം സ്പേസ് എന്ന് പറഞ്ഞ മെമ്മറി റീഡിങ് കഴിഞ്ഞു എന്നൊരു രീതിയിലേക്കാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കണം. അതായത് ഇവിടെ റീഡ് ചെയ്യുന്ന വാല്യൂ സ്പേസ് റീഡ് ചെയ്യുന്നില്ല സ്ട്രിങ്ങിലേക്ക്. അതാണ് സംഭവത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അത് പരിഹരിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ സ്കാനഫിൽ %s പകരം നമ്മൾ %raised to /n. ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പെർസെൻറ്റേജ് ബോക്സിൻ്റെ അകത്ത് റേസ് ടു കൊടുത്തിട്ട് /n എന്തിനാണ്? ന്യൂ ലൈൻ, അതായത് ഒരു എൻ്റർ വന്നു കഴിഞ്ഞാൽ മാത്രം റീഡിങ് നിർത്തിയാൽ മതി എന്നൊരു മെസ്സേജാണ് ഞാനിപ്പോൾ കൊടുത്തത്. ഓക്കെ, ഞാനിതൊന്ന് ജസ്റ്റ് റൺ ചെയ്യാം. ഓക്കെ, ആദ്യം ഞാൻ ക്ലിയർ ചെയ്യാം. ഞാൻ റൺ ചെയ്യുവാണ്. ഇത് റൺ ചെയ്യാൻ നേരത്തെ എൻ്റർ നെയിം ഞാൻ JAYASANKAR J സ്പേസ് P എൻ്റർ കൊടുക്കുമ്പോൾ ജയശങ്കർ JP എന്ന് മുഴുവൻ റീഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കാനഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ കൂടെ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം ഈ /n മാറ്റിയിട്ട് ഞാനിപ്പം ഇവിടെ ഒരു P കൊടുക്കുവാണ്. അപ്പം അല്ലെങ്കിൽ ഞാനിവിടെ Y കൊടുക്കുവാണെന്ന് കരുതുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുവാണ്. ഓക്കെ, അപ്പം അവിടെ JAYASANKAR എൻ്റർ കണ്ടോ? ആ Y വന്നപ്പം ആ ഒരു പ്രോഗ്രാം ടെർമിനേറ്റ് ആയി. ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ Y മാറ്റിയിട്ട് S കൊടുക്കുമെന്ന് കരുതുക. പ്രോഗ്രാം ഞാൻ സേവ് ചെയ്തിട്ട് റൺ ചെയ്യുന്നു. അപ്പം ഓക്കെ, റൺ ചെയ്യുന്നു. റൺ കൊടുക്കാൻ നേരത്തെ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നു. ഞാൻ JAYASANKAR സ്പേസ് J സ്പേസ് P. അപ്പം അങ്ങനെ വരുമ്പോൾ JAYAS എത്തുമ്പോൾ ആ റീഡിങ് നിർത്തുന്നു. അപ്പം ഇവിടെ എന്ത് ക്യാരക്ടറാണോ കൊടുക്കുന്നത് അതനുസരിച്ചായിരിക്കും റീഡിങ് നിർത്തുന്നത്. /n ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അതുകൊണ്ട് /n വരുമ്പോൾ അവിടെ റീഡിങ് നിർത്തുന്ന ഒരു എഫക്റ്റാണ് അവിടെ വന്നത്. അപ്പോൾ ഇതല്ലാതെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കുവാനായി മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ പേരാണ് ഗെറ്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ സ്കാനഫിന് പകരം ഉപയോഗിക്കും. സ്ട്രിങ് റീഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഗെറ്റ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ വേരിയബിൾ നെയിം കൊടുത്താൽ മതി അകത്ത്. ഓക്കെ, വേരിയബിൾ നെയിം കൊടുത്തു. ഞാൻ ജസ്റ്റ് റൺ ചെയ്യുകയാണ്. ഞാൻ നെയിം എൻ്റർ ചെയ്യാൻ പറയുന്നു. JAYASANKAR സ്പേസ് J സ്പേസ് P. ഓക്കെ, ഇപ്പം ജയശങ്കർ JP കറക്റ്റായിട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗെറ്റ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സ്ട്രിങ് റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഇനി നമുക്ക് പ്രിന്റ് ചെയ്യുവാനായി മറ്റൊരു ഫംഗ്ഷൻ ഉണ്ട്, പ്രിൻ്റ്എഫ് അല്ലാതെ. ആ ഫംഗ്ഷനെ നമ്മൾ പുട്സ് എന്നാണ് വിളിക്കുക. പുട്സ്. ഓക്കെ, ഏത് തരം സ്ട്രിങ് വേണേൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പുട്സ് എന്ന് ഞാൻ വിളിച്ചു. ഇവിടെ റൺ ചെയ്യുവാണ്. എൻ്റർ യുവർ നെയിം. ഓക്കെ, ഞാനിതൊന്ന് പൊക്കുന്നു. JAYASANKAR J സ്പേസ് P. പുട്സ് വിളിക്കാൻ നേരത്തെ കറക്റ്റ് എൻ്റെ പേര് തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രിൻ്റ്എഫ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റർ എ നെയിം. ഈ എൻ്റർ എ നെയിം എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. അപ്പോൾ നമുക്ക് അതും വേണമെങ്കിൽ ഗെറ്റ്സിൻ്റെ അകത്ത് പുട്സിൻ്റെ അകത്ത് എഴുതാവുന്നേ ഉള്ളൂ. അപ്പോൾ പുട്സിൻ്റെ അകത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് റൺ ചെയ്യുവാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഈ നെയിം അല്ലെങ്കിൽ നെയിം കഴിഞ്ഞ് എൻ്റർ നെയിം എന്ന് പറഞ്ഞ മെസ്സേജ് കഴിഞ്ഞ് ഒരു
കോളൻ ഉണ്ട്, അത് കഴിഞ്ഞ് ന്യൂ ലൈൻ, എൻ്റർ നെയിം കോളൻ, അതാണ് നമ്മുടെ മെസ്സേജ്. അത് കഴിഞ്ഞ് പുതിയ ലൈനാണ് വന്നിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഈ പുട്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ വിളിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ പുട്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ന്യൂ ലൈൻ ക്രിയേറ്റ് ആകുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായ കാര്യം. ഓക്കെ, ഞാൻ മെസ്സേജ് എൻ്റർ ചെയ്യുന്നു, അതേപോലെ ഔട്ട് കിട്ടുന്നു. അപ്പം ഗെറ്റ്സിനെയും പുട്സിനെയും പറ്റിയായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഗെറ്റ്സും പുട്സും എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ നല്ലൊരു എപ്പിസോഡുമായി ഇനി നമുക്ക് കണ്ടുപിട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.